എന്തായിരിക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. കിച്ചൺ വ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, തുടങ്ങാനോ? എന്തപ്പോ തുടങ്ങിയ? ഓക്കെ. നമ്മള് കുറച്ച് ദിവസമായിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയത് ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ പോലും അറിയാതെ അത് കൺസിസ്റ്റന്റ് ആയി മാറി. അപ്പം നമ്മളുടെ വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ടും പിന്നെ അതുപോലെ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ലിവിങ് വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അത് പറ്റുന്നുണ്ടായിരുന്നല്ലോ, ഒക്കെ മെസ്സപ്പായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു രൂപത്തിലെത്തി. അപ്പൊ നമ്മൾക്ക് വന്ന മാറ്റങ്ങളും നമ്മൾ വരുത്തിയ മാറ്റങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മളുടെ ഈ കിച്ചണിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടെന്നും കൂടെ കാണിക്കാം. അപ്പൊ രാവിലെ നമ്മൾ തുടങ്ങുന്നത് ചായയിലാണ്. ചായ ഒഴിവാക്കിയിട്ടുള്ളൊരു ദിവസം ഞങ്ങൾക്കില്ല, അത് എനിക്കില്ല. മാഷൊക്കെ കാലങ്ങളായിട്ട് പാലിൽ ആറാടിയിട്ടുള്ള ആൾക്കാർ ഞാനും മാഷു. ഞങ്ങൾ പാല് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഞങ്ങൾ ഫ്രിഡ്ജിലും പാലില്ല, ഒരു സ്ഥലത്തും പാല് കാണാൻ പറ്റില്ല. അപ്പൊ രാവിലത്തെ ചായക്ക് വരെ നമ്മൾ കുടിക്കുന്നത് ഹൈബിസ്കസ് ടീ ആണ്. അപ്പൊ ആദ്യം ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഹൈബിസ്കസ് ടീനോട് അത്ര അങ്ങോട്ട് പ്രിയം പോരാ. കാരണം എനിക്ക് ആ ഒരു ചായപ്പൊടീൻ്റെ ആ ഒരു ഫീലും മണമൊക്കെ അടിച്ച ഒരു പാലൊക്കെ അല്ലെങ്കിൽ ഒരു വിഷമം. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് മിൽക്ക് വാങ്ങിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ എനിക്ക് പാല് കുടിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഞാൻ ആ ആൽമണ്ട് മിൽക്കിൽ ചായ ഉണ്ടാക്കി കുടിക്കും. അപ്പം എനിക്കൊരു മനസ്സംതൃപ്തി കിട്ടും. അപ്പോൾ ഹൈബിസ്കസ് ടീ എന്ന് പറഞ്ഞതാ ഈ ടീ ബോക്സിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹൈബിസ്കസ് മാത്രമല്ല, ലെമൺ ഗ്രാസ് ഉണ്ട്, ടിസൈൻ ഉണ്ട്. എന്താ ടിസൈൻ എന്ന് പറഞ്ഞാൽ അതെനിക്കറിയില്ല. ഓറഞ്ച് പീൽ ഉണ്ടെന്ന് അറിയാം, പിന്നെ ലെമൺ ഗ്രാസ് ഉണ്ടെന്ന് അറിയാം, പിന്നെ ലൈക്കോറൈസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. മാഷിന് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് നമ്മൾ രാവിലെ ചായ ആയിട്ട് കുടിക്കും. നല്ല രസമുള്ളൊരു മണമൊക്കെയാണ്. ഇതിന് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് മാറി ഒരു പിങ്ക് കളറായിട്ട് വരും. ആ പിങ്ക് കളറായിട്ട് അതിൻ്റെ ആ പുകയൊക്കെ ഊതി നമുക്ക് കുടിക്കാൻ ഭയങ്കര രസമാണ്. ഇത് നമ്മളുടെ മോർണിംഗ് ഡ്രിങ്ക് ആണ്. ഇതിൻ്റെ പേര് റെയിൻബോ ജ്യൂസ് എന്നാണ്. ഇത് 3 തരത്തിലുള്ള ജ്യൂസസ്, 3 കളേഴ്സാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു റെയിൻബോ കളർ വരും. അതുകൊണ്ടാണ് റെയിൻബോ ജ്യൂസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലെയർ ആണ്, അത് ഡീടോക്സ് ജ്യൂസ് ആണ്. സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ലെയർ ആണ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് കൂളൻറ്റ് ലെയർ ആണ്. അപ്പോൾ നമ്മൾ 2 ലെയറും കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ലെയറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് പച്ച ലെയറാണ്. അതിൽ നമുക്ക് സ്പിനച്ച് വേണം, കക്കരിക്ക അതായത് കുക്കുംബർ വേണം, ലെമൺ 1 ടീസ്പൂൺ വേണം, പിന്നെ മിൻറ്റ് ലീവ്സ് ഒരു 5-6 മിൻറ്റ് ലീവ്സ്, 1/2 കപ്പ് വെള്ളം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം. അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ടുള്ള ഓറഞ്ച് ലെയറിൽ നമുക്ക് വേണ്ടത് 1 ക്യാരറ്റ്, 1 ഓറഞ്ച്, 1 കഷ്ണം ഇഞ്ചി. ഇതും 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അരിച്ചെടുത്ത് അരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തേർഡ് ലെയറിൽ വേണ്ടത് നമുക്ക് പൊമോഗ്രാനൈറ്റ് അനാറും പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, വാട്ടർമെലണും. ഒരു 1 കപ്പ് വാട്ടർമെലൺ ആൻഡ് 1/2 കപ്പ് അനാർ. ഇത് നന്നായിട്ട് അരച്ചിട്ട് അതും ഇതിൻ്റെ മുകളിലൂടെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ചിയാ സീഡ്സ്, ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ള ചിയാ സീഡ്സ് ഉണ്ട്, അതും കൂടെ ഇട്ടിട്ടൊരു കുടി അങ്ങോട്ട് കുടിക്കും. ഇത് സൂപ്പർ ടേസ്റ്റാണ്. അത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ ടോക്സിൻസിനും ഇത് കളയുന്നുണ്ട്. നമ്മളിത് ഓൾമോസ്റ്റ് 2 വീക്സ് ആയിട്ട് കുടിക്കുന്നുണ്ടല്ലേ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇത്രയും 2 ആഴ്ച കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് 1 മന്ത്, 1 മാസം മതി. പിന്നെ നമുക്ക് 1 മാസം ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത മാസം കുടിക്കും. ഒന്നും നമുക്ക് സ്ഥിരം കുടിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഇത് നമ്മൾ 1 മാസം കുടിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുന്നത് ഈ റാഗി സേമിയയുടെ പുട്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇത് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഇഡ്ഡലി പത്രത്തിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുള്ളൂ. പുട്ടും കുറ്റിയിലൊന്നും ഇടുന്നില്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. റാഗി സേമിയ പുട്ട്, മാഷിനൊരു മുട്ട, നേന്ത്രപ്പഴം, പിന്നെ നോർമൽ പഴം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആത്മജയ്ക്ക് മിക്സഡ് ദോശ, എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുള്ള ദോശ. ഇത് ആക്ച്വലി മാഷിന് ഇഷ്ടമാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മാഷി ടിപ്പിക്കൽ പുട്ട്, എന്താ പറയുക, ദോശ, അപ്പം ഇത് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ചുമ്മാ ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കുമ്പോൾ മാഷിന് കൊടുത്തപ്പോൾ മാഷിന് വരുന്നപ്പോൾ ഇത് തന്നെ മതി. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, നമുക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും. റാഗിയിലാകുമ്പോൾ കാൽഷ്യം ഉണ്ട്, എന്തൊക്കെയൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുക്കൂ. റാഗി നമ്മുടെ ധാന്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ്. അതെ,
റാഗി കുറുക്കൊക്കെ ആയിട്ട് കഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് റാഗി സേമിയൊക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിയും. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് നാളികേരം ഉപ്പും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. സംഭവം ഒരു 5-10 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ അത് മാഷ്ട മിക്സ്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പ്ലേറ്റിലോട്ട് ഇടും, എന്നിട്ട് കുറച്ച് അതിന് മുകളിൽ നെയ്യ് ഒഴിക്കും, അതിന്റെ മുകളിൽ കൂടെ കുറച്ച് ഡേറ്റ്സ് പൗഡർ അങ്ങ് വിതറും, എന്നിട്ട് നല്ല പഴുത്ത ഞാലിപ്പൂവനോ കുന്നമ്പഴോ അല്ലെങ്കിൽ നേന്ത്രപ്പഴോ മിക്സ് ചെയ്തിട്ടൊരു കഴിപ്പുണ്ട്. അയ്യോ പറയുമ്പോൾ എനിക്ക് നാല് വെള്ളം വരുന്നത്. നല്ല ടേസ്റ്റാണ്. മൂപ്പരത് ആസ്വദിച്ച് കഴിക്കണ കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെയാണ് ആത്മജ. അയ്യോ എന്റെ താഴെയുള്ള ഡ്രസ്സ് കാണിക്കല്ലേ. വാഷിംഗ് മെഷീനിൽ അലക്കി തീർന്നു, അപ്പൊ അത് എടുക്കാനാണ് പറയുന്നത്. ആത്മജ ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി, 10 അല്ലെങ്കിൽ 15 മിനിറ്റ്. നമ്മളെല്ലാം ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. കാരണം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് കുക്ക് ചെയ്യുന്ന സാധനത്തിന് അതിൻ്റെ എന്താ പറയുക ജീവൻ ഉണ്ടാവുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ നല്ല ഹെൽത്തി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമാണ് ചൂസ് ചെയ്യാറ്, ഹൈ ഫ്ലെയിമിൽ അധികം കുക്ക് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സമയമൊക്കെ ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലെല്ലാം കുക്ക് ചെയ്യാൻ, അപ്പം നന്നായിട്ട് വരുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ജ്യൂസും എന്താ പറയുക പല സാധനങ്ങളും അരയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് നമുക്ക് കമൻസിൽ ചോദിച്ചു തരാൻ നമ്മൾ മിക്സി ഏതാണ്. ഇതാണ് നമ്മളുടെ മിക്സി, ക്യുവിൻസ്. ആക്ച്വലി നല്ല സൂപ്പറാണ് ഇത്. ഏകദേശം 2 വർഷത്തിന് മുകളിലായി നമ്മൾ വാങ്ങിച്ചിട്ട്. വില അല്പം കൂടുതലാണ്, പക്ഷേ അതിന് വേർത്താണ്. നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടും ഒരു കംപ്ലൈൻറ്റും നമുക്ക് പറയാനില്ല. അപ്പോൾ വേണമെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ മോർണിംഗ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാണാം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ചിലേരിയായി. ആ സമയം കൊണ്ട് ആത്മജയും മാഷുത്തിരി മുന്തിരിയും ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ലഞ്ചിന് എന്ന് പറയുന്നത് ചപ്പാത്തി, ഒരു വെജ് കറിയാണ്, വെജ് ലോഡഡ് കറി. ചപ്പാത്തി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി. കറിയും ഇന്നലെ നന്നായിരുന്നു, അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ പച്ചക്കറിയും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നന്നായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗ്രീൻ പീസ്, ഇതൊക്കെ കുറച്ച് വേവാൻ സമയമെടുക്കും. അപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കും. മോൾക്കുള്ള ഭക്ഷണത്തിനും കൂടെ ക്യാരറ്റ് വേവിക്കണമായിരുന്നു. അപ്പോൾ വേവിച്ചെടുത്തിട്ട് ഈ ഗ്രീൻ പീസും ഫ്രഷ് ബീൻസും ഇത് 3 ഒരുമിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും. എന്നിട്ട് ബാക്കി വെജിറ്റബിൾസ് ഇടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ചത്തുപോവില്ല. അയ്യോ ചത്തുപോവില്ല എന്നല്ലേ പറയാ, ജീവൻ പോകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഇത് അതെ. അപ്പൊ നമുക്ക് നല്ല കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം, പാലിലും ക്രീം. അപ്പം ഞങ്ങളിപ്പോൾ ക്രീമും ഇതൊക്കെ അവോയ്ഡ് ചെയ്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാഷ്യൂ ആണ് പേസ്റ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പല രീതിയിൽ ഇപ്പം നമുക്ക് തേങ്ങ വരുന്നത്. എല്ലായിടത്തും അങ്ങനെയാണോന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിക്കുന്ന തേങ്ങ എങ്ങനെയാ വെച്ചാൽ നന്നായിട്ട് വരും. അമ്മ അപ്പം കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കറി, അല്ലെങ്കിൽ പുട്ടിനാണെങ്കിൽ ഇവിടെ നല്ലോണം തേങ്ങ വേണം. അപ്പോൾ അങ്ങനെയായിരിക്കും. നെക്സ്റ്റ് ടൈം വാങ്ങിക്കുന്ന തേങ്ങ നല്ല ചവറ് പോലെ ഉണ്ടാവും, എത്ര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്കും നല്ലോണം എന്താ ചിരവുമ്പോഴത്തേക്കും തേങ്ങ തീരും. തേങ്ങയ്ക്ക് വിലയും ഭയങ്കര കൂടുതലാണ്, ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ ഇട്ടിട്ട് വെറുതെ പരീക്ഷണം വേണ്ട ചെയ്യുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ കറികളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരും. എല്ലായിടത്തും തന്നെ ആയിരിക്കുമല്ലേ അവസ്ഥ. നാട്ടിലൊക്കെ നല്ല തേങ്ങ കേട്ടോ. അയ്യോ വീട്ടിലത്തെയൊക്കെ തേങ്ങയ്ക്ക് ഭയങ്കര മധുരം. ഇപ്പോഴത്തെ തേങ്ങയ്ക്ക് മധുരവും ഇല്ല, ഒന്നുമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ കൂടെ നമ്മളുടെ ഒരു സാലഡും കൂടി ഉണ്ട്, അതും അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഞാൻ കാണിച്ചു തരാം. റെഡിയാണോ? റെഡി. ഞാൻ 4 പ്രാവശ്യം ഓക്കെ 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 എന്ന് പറഞ്ഞിട്ടും സാറ് റെഡിയല്ല. ഉറക്കത്തുനിന്ന് വന്നിട്ട് ഒന്നും ബോധമില്ല. അപ്പം അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ ചോദിച്ചതാണ് റെഡിയാണോ എന്നുള്ളത്. അപ്പം നമ്മൾ ലഞ്ചിനുള്ള സാലഡ് റെഡി. ഇതൊരു 1.5 സാലഡാണ്. അവക്കാഡോയും കടലയും തക്കാളിയും കുക്കുംബറും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളുടെ വെജ് കറി, നാട്ടിലുള്ള എല്ലാ പച്ചക്കറി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. പ്രോട്ടീനായിട്ട് പനീർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒത്തിരി മഷ്റൂം ഇട്ടിട്ടുണ്ട്. നീ ഇടാനൊന്നും ബാക്കിയില്ല, എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സോഫ്റ്റ് ചപ്പാത്തി റെഡി. ഇത് 3ആണ് നമ്മുടെ ലഞ്ച്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും എനിക്ക് നാവുന്ന വെള്ളം വരും. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമ്മൾ നേരെ ലഞ്ചിലോട്ട് കിടക്കുകയാണ്.
അപ്പോൾ നമ്മൾ ലഞ്ച് ഇന്ന് ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഡിന്നർ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഇപ്പം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ സമയം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മളുടെ ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കുകയാണ്. മാഷിന് ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ്, എനിക്കൊരു ആൽമണ്ട് ടീ കുടിക്കാനൊരാഗ്രഹം. അപ്പം ഞാനത് കുടിക്കുന്നു. യൂഷ്വലി നമ്മളൊരു ഡിന്നർ എന്ന് പറയുന്നത് സോട്ടേ വെജ് ആയിരിക്കും. വെജിറ്റബിൾസ് എല്ലാം സോട്ടേ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ദോശ. ഇതിൻ്റെ എല്ലാം കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ആയിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പം വിശപ്പില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കഴിക്കാറില്ല കേട്ടോ. നമ്മൾ അത് നോക്കിയാൽ മതി. വിശപ്പുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുക, വിശപ്പില്ലെങ്കിൽ കഴിക്കണ്ട. എക്സസൈസ് ചെയ്യുമ്പോഴും നമുക്ക് വിശപ്പ് കുറച്ച് കുറയും. മാഷ്ട ചായ നീല കളർ ചായയാണ്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മാഷ്ട ചായ, ശംഖുപുഷ്പം ചായ. ഇത് നല്ല രസമാണ് കളറ്. ജസ്റ്റ് ഇത് നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടാൽ മതി. ഇതിങ്ങനെ തിളച്ച് ഇതിൻ്റെ കളർ ഇറങ്ങി വരും. കുറച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഡാർക്ക് ബ്ലൂ കളറായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഫ്ലേവർ ഒന്നുമില്ല, നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാം. കണ്ടോ?